അപ്പൊ വിഷയം എവിടെയായിരുന്നു? വീട് പണി കഴിഞ്ഞു. ആരത്? നമ്മളത്. വീട് പണി കഴിഞ്ഞ് ടൈൽസ് ഒക്കെ ഒട്ടിച്ച് കറണ്ടൊക്കെ കിട്ടി. നാളെ രാവിലെ ഹൗസ് വാമിംഗ് ആണ്. സുബഹിക്ക് പള്ളിക്കത്തെ സ്ഥാനം വിളിച്ചിട്ടുണ്ട്. തങ്ങൾ വാപ്പാനോട് പ്രത്യേകം വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ചങ്ങായിമാര് വന്നിട്ട് കത്താത്ത ബൾബ് ഏതെങ്കിലുണ്ടോ നോക്കുന്നുണ്ട്. ഫാനൊക്കെ തിരിണില്ലേന്ന് ഉറപ്പുവരുത്തുന്നുണ്ട്. ഇനിയിപ്പോ എന്താ കമ്മിയുള്ളത് നോക്കുന്നുണ്ട്. പന്തലിട്ടിട്ടുണ്ട്. ബിരിയാണി വെക്കാൻ ആൾക്കാർ വന്ന് കോയിനെ വെട്ടൽ തുടങ്ങിയിട്ടുണ്ട്. ഉള്ളി മുറിക്കൽ തുടങ്ങിയിട്ടുണ്ട്. രാത്രി 1:30 മണി സമയത്ത് മുത്തുനബി വന്നു എന്ന് വിചാരിക്കാം. സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ വീട്ടിൽ വിചാരിച്ചാ മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നിട്ട് പറഞ്ഞു, സാലിമേ, ഈ പെര എനിക്കൊരാവശ്യമില്ലായിരുന്നു. ചാവിയോട് കാട്ടിക്കാം, നാളെ ഇജ്ജ് കുടിയിരിക്കണ്ട എന്ന് പറഞ്ഞാൽ ആയിക്കോട്ടെ എന്ന് പറഞ്ഞാണ്ട് ചാവി അപ്പൊ തന്നെ എടുത്ത് കൊടുക്കൂലേ? കരകട്ടരെ കൊടുക്കുമെന്ന് നിങ്ങൾ പറയാനാണ് ഞാൻ ചോദിക്കണേ. കൊടുക്കൂലല്ലേ? എന്നാൽ ആ സ്ഥാനത്ത് എന്റെ അമ്മാനെ എനിക്ക് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞാല് കൊണ്ടൈക്കോളി നബിയെ എന്ന് പറയാൻ തയ്യാറുണ്ടോ? അന്നേ പരിപൂർണ മുഅ്മിനാവുള്ളൂ. എന്റെ അമ്മാനേക്കാൾ വലുത് ഞാനായിരിക്കണം. നിന്റെ പിതാവിനേക്കാൾ വലുത് ഞാനായിരിക്കണം. കുല്ലു കാന ആബാഉകും വഅബ്നാഉകും, വാപ്പാനേക്കാൾ, ഉമ്മയേക്കാൾ, മക്കളേക്കാൾ, ഭാര്യയേക്കാൾ, സമ്പത്തിനേക്കാൾ, വീടിനേക്കാൾ, ജീവനേക്കാൾ വലുത് എന്ന് ഞാനാകുന്നുവോ അന്നേ നിങ്ങൾ പരിപൂർണമായ മുഅ്മിനാവുകയുള്ളൂ എന്ന് ശഫീഉൽ വറാ ഹബീബുനാ റസൂലുള്ളാഹി. അവിടെയാണ് സ്വഹാബത്ത് വിജയിച്ചത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വാപ്പ മുസ്ലിം ആവുന്ന ഒരു രംഗമുണ്ട് താരീഖിൽ. മക്കം ഫതഹിന്റെ അന്ന് മക്ക ഇസ്ലാമിന് ഫത്ഹായി. മദീനയിൽ നിന്ന് നബിയും സഹാബത്തും മക്കയിൽ വന്ന് കഅബയിൽ നിന്ന് വിഗ്രഹങ്ങൾ ഒഴിവാക്കി കഅബ കഴുകി ശുദ്ധീകരിച്ച് അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച് മുത്തുനബി ഇങ്ങനെ വിശ്രമിക്കുന്ന സമയത്ത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടുത്ത് വന്നിട്ട് ചോദിച്ചു, നബിയെ, എന്റെ വാപ്പ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോയോക്കട്ടെ എന്ന് പറഞ്ഞു. ആ പോയിക്കോളി പറഞ്ഞു. എന്താ കുഴപ്പം? അങ്ങനെ മഹാനായ സയ്യിദുനാ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു തന്റെ പഴയകാല വീട് അന്വേഷിച്ചു കൊണ്ടുപോയി. വീട്ടിൽ ചെന്നപ്പോൾ വാപ്പ അബൂ ഖുഹാഫ സുഖമില്ലാതെ കിടക്കുകയാണ്. 2 കണ്ണിനും കാഴ്ച നഷ്ടപ്പെട്ടിട്ടുണ്ട്. മോൻ വന്നതറിഞ്ഞപ്പോ അബൂ ഖുഹാഫ പറഞ്ഞു, മോനെ, എനിക്കും നിന്റെ മതത്തിൽ ചേരണമെന്നുണ്ട്. പക്ഷേ എനിക്ക് എഴുന്നേൽക്കാനും നടക്കാനും ഒന്നും വയ്യല്ലോ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വാപ്പാനടുത്ത് കണ്ട് തോളിലിട്ടിട്ട് നബി തങ്ങളുടെ ഹദറത്തിൽ വന്ന് ഇറക്കി കസാലയിൽ ഇരുത്തിയിട്ട് പറഞ്ഞു, നബിയെ, ഇതിന്റെ വാപ്പ അബൂ ഖുഹാഫയാണ്, ഇസ്ലാം സ്വീകരിക്കണമെന്ന് പറയുന്നുണ്ട്. നബിയെ, നിങ്ങളൊന്ന് കലിമ ചൊല്ലി കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പൊ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലിക്കൊടുത്തു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. വാപ്പ അബൂ ഖുഹാഫ അത് ഏറ്റുചൊല്ലിയപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അങ്ങോട്ട് കരഞ്ഞു. മുത്തുനബി ചോദിച്ചു, അബൂബക്കറെ, എന്താ നിങ്ങൾ കരയണത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, നബിയെ, എന്റെ വാപ്പ അബൂ ഖുഹാഫ മുസ്ലിമായ സ്ഥാനത്ത് നിങ്ങളുടെ എളാപ്പ അബൂ ത്വാലിബ് മുസ്ലിം ആവുകയാണെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ആലോചിച്ചപ്പോ കരച്ചിൽ വന്നതാണ് എന്ന് പറഞ്ഞപ്പോ മുത്തുനബി ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം, അബൂബക്കറെ, നിന്റെ വാപ്പ മുസ്ലിം ആകുന്നതിനേക്കാൾ എന്റെ എളാപ്പ മുസ്ലിം ആകുന്നത് നീ ഇഷ്ടപ്പെടാൻ എന്തേ കാരണം എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, അതല്ലേ നിങ്ങൾക്ക് നല്ലോണം ഇഷ്ടം ഉണ്ടാകുക എന്ന് ചോദിച്ചു. അപ്പൊ ആന്ന് പറഞ്ഞു, എന്നാ അതന്നെയാണ് എനിക്കും നല്ലോണം ഇഷ്ടം എന്ന് പറഞ്ഞ ആളാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ന മഹാനുഭാവൻ. എല്ലാ വെള്ളിയാഴ്ചയും ജുമഅക്ക് നമ്മൾ പള്ളിക്ക് ചെന്നാല് ഖതീബ് മുടങ്ങാതെ പറയും മൂപ്പരെ പേര്. ആ പേരും കേൾക്കുമ്പോ ഇത് നമ്മളെ കൽബിൽ വരണം. അതന്നെ സാധനം. അതാണ് സയ്യിദുനാ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ ഈമാനിനെ വലുതാക്കിയ ഘടകം. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അടങ്ങാത്ത താൽപര്യമായിരുന്നു.
അപ്പോ നബിതങ്ങൾ നമ്മുടെ വാപ്പയാണ് എന്ന് പറഞ്ഞാൽ പോരാ, അമ്മയാണെന്നും പറഞ്ഞാൽ പോരാ. അല്ലെങ്കിലും മാതാപിതാക്കൾ മക്കളെ അന്വേഷിക്കുന്നത് പാലം കടന്നതിന്റെ ശേഷമായിരിക്കുമെന്നാണ്. പാലം കടക്കുന്നതിന് മുമ്പ് തിരിഞ്ഞു നിൽക്കുന്ന ഏക മനുഷ്യൻ മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളും നബിതങ്ങളും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് പറയുന്നതിനാണ് അൽ ഔസാഫു ബിത്തംകീൻ എന്ന് പറയുന്നത്. നബിതങ്ങൾ എൻ്റെ ജീവനാണ്, ജീവന്റെ ജീവനാണ്, എൻ്റെ എല്ലാമാണ് എന്ന് പറയുന്നതിന് ബദർ യുദ്ധം കഴിഞ്ഞു. ബദർ യുദ്ധം കഴിഞ്ഞതിന് ശേഷം എല്ലാവരും മടങ്ങാൻ വേണ്ടി ഒരുങ്ങാണ് മദീനത്തേക്ക്. എല്ലാവരും മടങ്ങാൻ വേണ്ടി ഒരുങ്ങുമ്പോ ബഹുമാനപ്പെട്ട സയ്യിദുനാ സഈദ് ബഹുമാനപ്പെട്ട സയ്യിദുനാ മുസ്അബ് റളിയല്ലാഹു അൻഹുവിനെ കാണാനില്ല. നബി തങ്ങൾ ചോദിച്ചു, നമ്മളാ മരിച്ച ആൾക്കാരുടെ ലിസ്റ്റിൽ മൂപ്പരെ പേരുണ്ടോ എന്ന് ചോദിച്ചു. അതിലില്ല. പോകാൻ ഒരുങ്ങിയതിലുണ്ടോ ചോദിച്ചു. അപ്പൊ അതും ഇല്ല. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, എന്നാല് സെയ്ദ് പോയിട്ട് മൂപ്പരൊന്ന് തെരഞ്ഞു നോക്കട്ടെ. അങ്ങനെ എല്ലാരും പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുന്നതിന്റെ ഇടയിൽ സെയ്ദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ തെരഞ്ഞുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. കുറെ ദൂരം തെരഞ്ഞ് അവസാനം കാണാനില്ല. മടങ്ങാൻ വേണ്ടി ഒരുങ്ങുമ്പോ ഒരു ഞെരക്കം കേട്ടു. ചെന്ന് നോക്കുമ്പോ മഹാനായ സ്വഹാബി വര്യൻ മണലിൽ പുല്ല് കിടക്കുകയാണ്. അടുത്തിങ്ങനെ ചെന്നിരുന്നിട്ട് പറഞ്ഞു, ഞാൻ സെയ്ദാണ്, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. അപ്പൊ ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുൻപല്ല് പൊട്ടി എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്, അതിന് ചോര വരുന്നുണ്ടോ? മരിക്കാൻ കിടക്കുന്ന ആൾക്ക് ചോദിക്കാനുള്ള ആകെ നബിന്റെ പല്ല് പൊട്ടിന്ന് ചോര വരുന്നുണ്ടോ എന്നുള്ളതാണ് ചോദിക്കാൻ. അങ്ങനെ പറഞ്ഞു, അതിന് ചോരൊന്നും വരുന്നില്ല എന്ന് പറഞ്ഞു, ഞാനേതായാലും മരിക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് എനിക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറയണം, എന്റെ സലാം നിങ്ങൾ പറയണം. എന്നെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആചാരമായി സംസാരിക്കണം. മരിക്കുന്ന സമയത്ത് വരെ സഹാബത്തിന് ആകെ പറയാനുള്ളത് നബിനെ പറ്റിയിട്ടാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് ഓരോ എല്ലാ ആൾക്കാരായത്. അപ്പൊ നമ്മളും നബിയും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് പറയുന്നതിനാണ് അൽ ഔസാഫു ബിത്തംകീൻ എന്ന് പറയുന്നത്. സത്യത്തിൽ നമ്മുടെ എല്ലാ പ്രത്യേകതകളും നബിനെ കൊണ്ടുണ്ടായതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ എല്ലാ ഈ ലോകത്ത് 1,24,000 അമ്പിയാക്കൾ വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉമ്മത്ത് മുത്ത് നബിയുടെ ഉമ്മത്താണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തേ? നമ്മള് വലുതായതുകൊണ്ടല്ല, നമ്മളെ നബി വലുതായതുകൊണ്ടാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ ഫضലുകളും നബി തങ്ങളെ കൊണ്ടുണ്ടായതാണ്. റമളാൻ മാസത്തിന് പ്രത്യേകതയുണ്ട്. റമളാൻ മാസം എല്ലാവർക്കും ഉണ്ട്. ആദം നബിക്ക് റമളാൻ മാസം ഉണ്ടായിരുന്നു. ഇന്ന ഇദ്ദത്തശ്ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ്. ആകാശ ഭൂമികളെ പടച്ച അന്ന് മുതൽ മാസം 12ആണ്. 1 മുഹറമാണ്, 2 സഫറാണ്, 3 റബീഉൽ അവ്വലാണ്, 4 റബീഉൽ ആഖിറാണ്, 12 ദുൽഹിജ്ജയാണ്. 12 മാസമുണ്ട്, അതിന്റെ ആ പേരുണ്ട്. മൂസ നബി അലൈഹി ഇസ്ലാമിനും റമളാൻ മാസമുണ്ട്. ഈസാ നബി അലൈഹി ഇസ്ലാമിനും റമളാൻ മാസമുണ്ട്. നൂഹ് നബി അലൈഹി ഇസ്ലാമിനും റമളാൻ മാസമുണ്ട്. പക്ഷെ അവർക്കൊന്നും റമളാന്റെ പോരിശല്ല. പോരിശ നമുക്ക് മാത്രമുള്ളതാണ്. എന്താ കാരണം? ശഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. റമളാൻ മാസത്തിന്റെ പോരിശ ഖുർആൻ ഇറങ്ങി എന്നതാണ്. ഖുർആൻ ഞമ്മക്ക് ഇറങ്ങിയതല്ല, ഖുർആൻ മുഹമ്മദ് നബിക്ക് ഇറങ്ങിയതാണ്. അതിനാൽ റമളാനിന്റെ പ്രത്യേകത മുഹമ്മദ് നബിയുടെ പ്രത്യേകതയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ ഫضലുകളും എല്ലാ പ്രത്യേകതകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ ചെന്നുകൊണ്ടാണ് അവസാനിക്കുക. ലോകത്തെ എല്ലാ വിഷയത്തെക്കാളും പ്രധാനപ്പെട്ടത് മുഹമ്മദ് നബിയാണ് എന്ന് പറഞ്ഞതിന്റെ കാരണം അതാണ്. ലൈലത്തുൽ ഖദ്റിനേക്കാൾ പ്രധാനപ്പെട്ടത് മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം.
ലൈലത്തുൽ ഖദ്ർ 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠതയുള്ളതാണെന്നാണ് ലൈലത്തുൽ ഖദ്ർ. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹ്ർ തനസ്സലുൽ മലായികതു വർ-റൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. ലൈലത്തുൽ ഖദ്റിന്റെ പ്രത്യേകത ലൈലത്തുൽ ഖദ്റിൽ ഖുർആൻ ഇറങ്ങി എന്നതാണ്. ലൈലത്തുൽ ഖദ്റിൽ ഖുർആൻ അല്ലാഹുവിൽ നിന്ന് ഇറങ്ങിയെന്നല്ല, മുഹമ്മദ് നബിയിലേക്ക് ഇറങ്ങിയതാണ്. മനുഷ്യന്മാരെ ശ്രദ്ധിക്കണേ. ലൈലത്തുൽ ഖദ്റിന്റെ അന്ന് അല്ലാഹു തആല ജിബ്രീൽ അലൈഹിസ്സലാമിനെ വിളിച്ചിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം ഓതി കൊടുത്തിട്ട് ഇത് നബി തങ്ങൾക്ക് പോയി ഓതി കൊടുത്താളി എന്ന് പറഞ്ഞതല്ല. ലൈലത്തുൽ ഖദ്റിന്റെ അന്ന് അല്ലാഹു തആല ഖുർആൻ ഓതിയതല്ല. ലൈലത്തുൽ ഖദ്റിന്റെ അന്ന് ഖുർആൻ അല്ലാഹുവിൽ നിന്നിറങ്ങിയെന്നല്ല, മുഹമ്മദ് നബിയിലേക്ക് ഇറങ്ങിയത് ലൈലത്തുൽ ഖദ്റിന്റെ അന്നാണ് എന്നാണ്. മുഹമ്മദ് നബി ഇല്ലെങ്കിൽ ഇറങ്ങൂല. അപ്പോൾ മുഹമ്മദ് നബിക്കാണോ ലൈലത്തുൽ ഖദ്റിനാണോ പ്രത്യേകത ഉള്ളത്? മുഹമ്മദ് നബിക്കാണ്. ലൈലത്തുൽ ഖദ്റിനേക്കാൾ പ്രധാനപ്പെട്ടത് മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ തന്നെ എല്ലാ കാര്യം കഅബയേക്കാൾ പ്രധാനപ്പെട്ടത് മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കഅബയേക്കാൾ പ്രധാനപ്പെട്ടത് അഷ്റഫുൽ ഖൽഖായ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. കഅബക്ക് എന്താ പ്രത്യേകത? കഅബയുടെ പ്രത്യേകത, കഅബ ആദ്യം കഅബ ഉണ്ടാക്കിയത് മലക്കുകളാണ്. ആദം നബി അലൈഹിസ്സലാമിന്റെയും മുമ്പ് മലക്കുകളാണ് ആദ്യം കഅബ ഉണ്ടാക്കുന്നത്. പിന്നീട് ആദം നബി അലൈഹിസ്സലാം വന്നു, ഭൂമിയിൽ മനുഷ്യവാസം ഉണ്ടായി. മനുഷ്യന്മാർ കഅബയിൽ ഇബാദത്ത് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ കഅബയുടെ നേരെ മുകൾ ഭാഗത്ത് ബൈത്തുൽ മഅമൂർ എന്ന പേരായ ഒരു വീട് അല്ലാഹു തആല പണി കഴിപ്പിച്ചു. മലക്കുകളുടെ തവാഫും കാര്യങ്ങളും അങ്ങോട്ട് മാറ്റി. അങ്ങനെ കഅബ മനുഷ്യന്മാർക്കാക്കി. ആദം നബി അലൈഹിസ്സലാമിന് മുമ്പ് മലക്കുകൾ ഉണ്ടാക്കിയ കഅബ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിലുണ്ടായ വെള്ളപ്പൊക്കത്തിൽ തകർന്നുപോയി. പിന്നീട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമും മകനായ ഇസ്മാഈൽ അലൈഹിസ്സലാമും ചേർന്ന് കഅബ പുതുക്കി പണിതു. ആ കഅബ പൊളിക്കാൻ വേണ്ടി അബ്രഹത്ത് രാജാവ് ആനപ്പടയുമായി വന്നപ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആനപ്പടയെ തകർത്ത് കളഞ്ഞു. നല്ലോണം മനസ്സിലാക്കണം നിങ്ങള്. മലക്കുകൾ ഉണ്ടാക്കിയ കഅബ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിലുണ്ടായ വെള്ളപ്പൊക്കത്തിൽ അല്ലാഹു തകർത്തു. പിന്നീട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബ ഉണ്ടാക്കി. ഇബ്രാഹിം നബി ഉണ്ടാക്കിയ കഅബ തകർക്കാൻ വേണ്ടി അബ്രഹത്ത് രാജാവ് നബി തങ്ങൾ ജനിക്കുന്നതിന്റെ 500 കൊല്ലങ്ങൾക്ക് മുമ്പ് മക്കയിൽ വന്നപ്പോൾ അബ്രഹത്ത് രാജാവിനെയും ആനപ്പടയെയുമാണ് അന്ന് തകർത്തത്. നൂഹ് നബിന്റെ കാലത്ത് തകർത്ത കഅബ എന്താ? അബ്രഹത്ത് രാജാവിന്റെ കാലത്ത് തകർക്കാൻ പാടില്ല. പറ്റൂലെങ്കിൽ പിന്നെയും കുറേം കൂടി പറ്റാത്ത മലക്കുകൾ ഉണ്ടാക്കിയ കഅബല്ലേ, അത് പൊളിഞ്ഞോട്ടെ, കുഴപ്പമില്ല. പക്ഷെ ഇബ്രാഹിം നബി ഉണ്ടാക്കിയ കഅബ പൊളിയാൻ പാടില്ല. എന്താ പ്രത്യേകത? ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഉണ്ടാക്കിയ കഅബ പൊളിയാൻ പാടില്ലാത്തതിന്റെ കാരണം ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബയുടെ നിർമ്മാണം കഴിഞ്ഞതിന് ശേഷം ഒരു ദുആ നടത്തിയിരുന്നു. ആ ദുആയിൽ ഇങ്ങനെ ഒരു പരാമർശമുണ്ട്: റബ്ബനാ വബഅസ് ഫീഹിം റസൂലാ. അല്ലാഹുവേ, ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമിന്റെ സന്താന പരമ്പരയിൽ നിന്ന് നീ ഒരു റസൂലിനെ യാത്രയാക്കേണമേ.
അതായത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് രണ്ടാം ഭാര്യയായ ഹാജറ ബീവിയിലാണ് ആദ്യത്തെ കുട്ടി ഉണ്ടാകുന്നത്. അതാണ് ഇസ്മായിൽ അലൈഹിസ്സലാം. പിന്നീട് ആദ്യ ഭാര്യയായ സാറ ബീവിയിലും കുട്ടി ഉണ്ടായി. അതാണ് സയ്യിദുന ഇസ്ഹാഖ് അലൈഹിസ്സലാം. ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമിന്റെ മകനാണ് യാക്കൂബ് നബി അലൈഹിസ്സലാം. യാക്കൂബ് നബി അലൈഹിസ്സലാമിന് 10ലധികം മക്കളുണ്ടായിരുന്നു. അതിൽപ്പെട്ടതാണ് യൂസുഫ് നബി, അതിൽപ്പെട്ടതാണ് ബിന്യാമീൻ, അതൊരു ഉമ്മാന്റെ മക്കള്. പിന്നെ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കിണറ്റിലിട്ട മക്കള് വേറെ ഉമ്മാന്റെ മക്കളും. ഈ മക്കളുടെ യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ ഈ മക്കളുടെ സന്താന പരമ്പരയാണ് ബനു ഇസ്രായീൽ എന്ന് പറയുന്നത്. ഇന്നത്തെ ഇസ്രായേൽ അല്ലട്ടോ. ബനു ഇസ്രായേൽ എന്ന് പറയുന്ന ആളുകൾ അറബികൾ തന്നെയാണ്. ഇന്നത്തെ ഇസ്രായേൽ എന്ന് പറയുന്ന ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇസ്രായേലിലേക്ക് കുടിയേറി പാർത്തിട്ടുള്ള ജൂതന്മാരാണ്. ഈ ബനു ഇസ്രായേൽ എന്ന് പറയുന്നത് ഇന്നത്തെ ഇസ്രായേൽ എന്നതല്ല. ഇത് പഴയകാല ഫലസ്തീൻ, മിസ്ർ, ഈജിപ്ത് അവിടെയൊക്കെ താമസിച്ചിരുന്ന അറബികൾ തന്നെയാണ് ബനു ഇസ്രായേൽ എന്ന് പറയുന്നത്. അതേ സമയത്ത് മക്കയിൽ താമസിച്ചിരുന്ന ആളുകൾ അതല്ല, അത് ഇസ്മായിലിന്റെ സന്താന പരമ്പരയാണ് അലൈഹിസ്സലാം. കാരണം ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെയും ഹാജറ ബീവി റളിയല്ലാഹു അൻഹയെയും ഇബ്രാഹിം നബി അലൈഹിസ്സലാം മക്കയിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചിട്ടുണ്ടായിരുന്നു. 1,24,000 അമ്പിയാക്കൾ ലോകത്ത് വന്നതില് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് മുമ്പ് ആകെ 10-ൽ താഴെ അമ്പിയാക്കളുള്ളൂ. ബാക്കി എല്ലാ നബിമാരും ബനു ഇസ്രായേൽ. ബാക്കിയുള്ള എല്ലാ അമ്പിയാക്കളും ബനു ഇസ്രായേലിലാണ്. ഒക്കെ ഇസ്ഹാഖ് നബിയുടെ സന്താന പരമ്പരയാണ്. എല്ലാവരും ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാമിന്റെ സന്താന പരമ്പരയാണ്. എന്നാൽ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെ സന്താന പരമ്പരയിൽ ഒരു നബി മാത്രമാണ് വന്നിട്ടുള്ളത്. അത് മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനാൽ ഇസ്മായിലിനെ വെച്ചുകൊണ്ട് ഇബ്രാഹിം നബി ദുആർക്കാണ്, പഠിച്ചോനെ റബ്ബനാ വബഅസ് ഫീഹിം റസൂല, ഇവരുടെ സന്താന പരമ്പരയിൽ നിന്ന് നീ ഒരു നബി ആക്കണം, അതിനാണ് ഞാൻ ഈ കഅബ ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം ഇസ്മായിലിന്റെ സന്താന പരമ്പരയിൽ നിന്ന് വരുന്ന നബിക്ക് വേണ്ടിയിട്ടാണ് ഈ കഅബ. അത് മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് പൊളിക്കാൻ ആക്കാത്തതിന്റെ കാരണം. അപ്പോൾ കഅബയാണോ പ്രധാനപ്പെട്ടത്, മുഹമ്മദ് നബിയാണോ പ്രത്യേകത ഉള്ളത്? മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കഅബയാണെങ്കിൽ നൂഹ് നബിയുടെ കാലത്തും പൊളിയാൻ പാടില്ലാത്തതാണ്. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും മുഴുവൻ ഫളലുകളും മുഴുവൻ പ്രത്യേകതകളും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിലേക്കാണ് വരിക. ഇനി പറയുകയാണെങ്കിൽ സ്വർഗത്തേക്കാൾ പ്രധാനപ്പെട്ടത് മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗ്ഗമുള്ളപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നമുക്ക് തോന്നണേ, സത്യത്തിൽ സ്വർഗം മുഹമ്മദ് നബിയിലേക്കുള്ള വഴിയാണ്, അല്ലാതെ മുഹമ്മദ് നബി സ്വർഗത്തിലേക്കുള്ള വഴിയല്ല ശരിക്കും. കാരണം സ്വർഗത്തേക്കാൾ പ്രധാനപ്പെട്ടത് മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ അങ്ങനെ പറയാൻ കാരണം? അങ്ങനെ പറയാൻ കാരണം ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തന്റെ ഭാര്യമാരുടെ വീടുകളിലാണ് നബി തങ്ങൾ താമസിച്ചിരുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ദിവസം ഭാര്യമാരിൽ ഒരാളുടെ വീട്ടിൽ താമസിക്കുമ്പോ രാത്രി മലമൂത്ര വിസർജനത്തിനും ഒളു ചെയ്യാനുമെല്ലാം വേണ്ടി പുറത്തിറങ്ങി. അപ്പോൾ ഇരുട്ടിന്റെ മറവിൽ ഒരാൾ നിൽക്കുന്നത് കണ്ടു. അപ്പൊ മൻ എന്ന് ചോദിച്ചു, ആരാ അവിടെ വായംകുടുംബിലുള്ളത് എന്ന് ചോദിച്ചു. മൻ എന്ന് ചോദിച്ചാൽ അതിന്റെ അർത്ഥം. അപ്പോൾ ഒരാൾ രംഗത്ത് വന്നിട്ട് പറഞ്ഞു, അന റബീഅ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ ഞാൻ റബീഅത്താണ് എന്ന് പറഞ്ഞു. അപ്പോൾ മുത്തുനബി ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം, റബീഅത്ത് ബിനു കഅബുൽ അസ്ലമി, റബീഅത്ത് ബിനു കഅബുൽ അസ്ലമി ആണോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അതെ ഞാൻ റബീഅത്ത് ബിനു കഅബുൽ അസ്ലമിയാണ്. അപ്പൊ ചോദിച്ചു, എന്താ ഇവിടെ നിൽക്കുന്നത് ഈ രാത്രി എന്താ ഇവിടെ നിൽക്കണെന്ന് ചോദിച്ചു. അതില് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ
രാത്രിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം നേരിടുകയും അതിനുവേണ്ടി നിങ്ങൾ പുറത്തിറങ്ങുകയും ചെയ്താൽ നിങ്ങൾക്ക് ആവശ്യമായ ഖിദ്മത്തുകൾ ചെയ്തു തരാമെന്ന് കരുതി ഞാനിവിടെ വന്ന് കാത്തു നിന്നതാണ് നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നബി തങ്ങൾ ചോദിച്ചു, റബിയ ഇജ്ജ് എന്നതേമാതിരി ഇവിടെ വന്ന് കാത്തിരിക്കലുണ്ടോ എന്ന് ചോദിച്ചു. ഇവിടെ അങ്ങനെ എന്ന് വന്ന് കാത്തിരിക്കലുണ്ടോ എന്ന് ചോദിച്ചു. അതില് പറഞ്ഞു, ആ ഉണ്ട്, ഞാൻ എന്നും ഇവിടെ വന്ന് കാത്തിരിക്കലുണ്ട് പറഞ്ഞു. ആ അപ്പൊ എന്നാ ഞാൻ ബാക്കിയുള്ള 8 ആൾക്കാർ പോയിക്കോളി ഒരു ഭക്ഷണം കഴിച്ചു. ആ അതാ അവിടെ ഒരു കാത്തിക്കുണ്ട്, പോയിക്കോളി മനുഷ്യന്മാരെ. ആ ആ ഇനിയിപ്പോ ബാക്കിയുള്ളവരെ അതിന് വെള്ളമിറക്കിയിട്ട് കാര്യമില്ല. കാരണം എല്ലാരും വാപ്പാര് അത്യാവശ്യം ഓതാൻ ഉണ്ടാക്കി. ഞങ്ങൾ ചാടിപ്പോന്ന ഞങ്ങളെ എല്ലാരും അത്യാവശ്യം വാപ്പാര് ഓതാൻ ഉണ്ടാക്കിയിട്ടുണ്ടാവും. നിങ്ങൾ 10 പേജും റിയാസാലിന്ന് 2 ഹദീസും അതുക്കിയെന്ന് 2 ബൈത്തും ചൊല്ലിങ്ങാണ്ട് പോകുന്നതാണ്. നമ്മളെന്താ അതിപ്പോ നിങ്ങളും ചാടിപ്പോയാൽ അങ്ങനെ തന്നെ ഉണ്ടാകട്ടെ, ബലമായിരിക്കും. അതുകൊണ്ട് മുഴുവനാക്കണം, പൂർത്തിയാക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഏത് സാധനമാണെങ്കിലും പൂർത്തിയായില്ലെങ്കിൽ പിന്നെ ഒന്നിനും പറ്റാതാവും. അങ്ങനെ ഒരാൾ ഡ്രൈവിംഗ് പഠിക്കാൻ പോയിട്ട് ഗിയർ മാറ്റാൻ പഠിച്ചില്ലെങ്കിൽ ഒന്നിനും പറ്റൂലല്ലോ. എന്ന മാതിരി അത് എന്ത് വിഷയമാണെങ്കിലും അങ്ങനെയാണ്. മുഴുവനായില്ലെങ്കിൽ ഒന്നിനും പറ്റാതാവും. അതുകൊണ്ട് തുടങ്ങിയൊരു പൂർത്തിയാക്കണം. അല്ലാഹു മുതഅല്ലിമീങ്ങളെ നല്ല ഇൽമുള്ള ഉഖറവിയായ ആലിമീങ്ങളാക്കി മാറ്റട്ടെ. അപ്പൊ മുഅ്മിനീങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. സ്വർഗത്തേക്കാൾ പ്രധാനപ്പെട്ടത് നബിതങ്ങളാണെന്ന് പറയാൻ കാരണം റബീഅത്ത് ബിൻ കഅബിൽ അസ്ലമി നബിതങ്ങൾ കിടന്നുറങ്ങുന്ന വീടിന്റെ മുമ്പിൽ വന്ന് കാവൽ നിന്നു. അപ്പൊ രാത്രി നബിതങ്ങൾ മലമൂത്ര വിസർജനത്തിന് വേണ്ടി എഴുന്നേറ്റപ്പോ ഇരുട്ടിന്റെ മറവിൽ ഒരാളെ കണ്ടപ്പോൾ ചോദിച്ചു, ആരാന്ന് ചോദിച്ചു. അന റബീഅ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ ഞാൻ റബീഅയാണെന്ന് പറഞ്ഞു. അപ്പൊ ചോദിച്ചു, എന്നും ഇവിടെ വന്ന് നിൽക്കലുണ്ടോ എന്ന് ചോദിച്ചു. ആ ഞാൻ എന്നും വന്ന് നിൽക്കലുണ്ട്. മൂപ്പര് എന്നും ഇങ്ങനെ വന്ന് കാവലിക്കല. എന്നാ വെള്ളം കൊണ്ടുപോകാന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം വെള്ളം കൊണ്ടുവന്നു. നബിതങ്ങൾ മൂത്രമൊഴിച്ച് ഒളു ഉണ്ടാക്കിയിട്ട് തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി അകത്തേക്ക് പോകുമ്പോ റബീഅ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, റബീഅത്തെ നിനക്ക് വേണ്ടി ഞാൻ എന്തിനാണ് ദുആ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു. അപ്പോൾ സയ്യിദുനാ റബീഅത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, നബിയേ സ്വർഗ്ഗത്തിൽ നിങ്ങളുടെ കൂട്ടുകാരനാവാൻ വേണ്ടി ദുആ ചെയ്യണേ എന്ന് പറഞ്ഞപ്പോ നബി തങ്ങൾ ചോദിച്ചു, അവലക ഗൈറ ദാലിക യാ റബീഅ, നമ്മളെ ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയാൽ റബീഅ ദേശം ചുരുക്കി ചോദിച്ചൂടെ. ഇമാതിരി വലിയ കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ എന്താ കാട്ടുക? സ്വർഗത്തിന് നിങ്ങളുടെ കൂട്ടുകാരനാവണമെന്നാണ് ചോദിച്ചത്. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാല് സ്വർഗം ചോദിച്ച ആരോടും നബി തങ്ങൾ മുമ്പ് ഇങ്ങനെ പറഞ്ഞിട്ടില്ല. സ്വർഗം പലരും ചോദിച്ചിട്ട് നബിനോട് സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗം പല ആൾക്കാരും നബി തങ്ങളോട് ചോദിച്ചിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. 70,000 ആളുകൾ ഹിസാബില്ലാതെ സ്വർഗത്തിൽ പോകുമെന്ന് പറഞ്ഞപ്പോ സദസ്സിൽ നിന്ന് ഉക്കാശ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നുകൊണ്ട് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ ഹിസാബില്ലാതെ സ്വർഗത്തിൽ പോകുന്ന 70,000-ൽ ഒരാള് ഞാനാകാൻ വേണ്ടി നിങ്ങളൊന്ന് ദുആ ചെയ്യുമോ? മുത്തുനബി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, അൻത മിന്നും, ഒന്നുങ്ങൾ തന്നെയാണ് എന്ന് പറഞ്ഞു. ഹിസാബില്ലാതെ സ്വർഗത്തിൽ പോണേ 70,000 ആൾക്കാരുണ്ട് പറഞ്ഞപ്പോ ഒരാൾ ആഗ്രഹം പറഞ്ഞു, ഒന്നുങ്ങൾ തന്നെയെന്ന് പറഞ്ഞു. ഇങ്ങനെ എല്ലാരോടും ഇങ്ങനെ തന്നെ പറഞ്ഞിട്ടുള്ളത്. സ്വർഗത്തിന് 8 വാതിലുണ്ട് എന്ന് നബി തങ്ങൾ പറഞ്ഞപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് ചോദിച്ചു, നബിയെ 8 കൂടി ആർക്കെങ്കിലും തുറക്കുമോ എന്ന് ചോദിച്ചാൽ പറഞ്ഞു, നിങ്ങൾക്ക് തുറക്കുന്നു പറഞ്ഞു. നിങ്ങൾക്ക് 8 വാതിലും തുറക്കുന്നു പറഞ്ഞു. അങ്ങനെ
ഖത്താദ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണ് അമ്പ് കൊണ്ടിട്ട് പോകുന്നല്ല യുദ്ധത്തില്. ആ കണ്ണെടുത്തിട്ട് നബി തങ്ങളുടെ അടുക്കിലേക്ക് തിരിഞ്ഞു നിന്നിട്ട് ഖത്താദ റളിയല്ലാഹു അൻഹു പറഞ്ഞു, പൊന്നാർ നബിയെ, ഞാൻ പുതുതായി കല്യാണം കഴിച്ചതാണ്. എനിക്കെന്റെ ഭാര്യയുടെ അടുത്തേക്ക് പോകാൻ കഴിയണമെങ്കിൽ കണ്ണ് തിരിച്ചു വേണം നബിയെ. അതുകൊണ്ട് എന്റെ കണ്ണെനിക്ക് മടക്കി തരണമെന്ന് പറഞ്ഞു. അപ്പോൾ നബി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഖത്താദ, നിനക്ക് ഈ ഒരു കണ്ണിന് പകരമായി നാളെ സ്വർഗത്തിൽ 2 കണ്ണ് പോലെയോ ഖത്താദ എന്ന് ചോദിച്ചപ്പോ ഖത്താദ പറഞ്ഞു, നബി, ഞാൻ പെണ്ണിട്ടിയത് ഇവിടുന്നാണ്, സ്വർഗത്തിൽ നിന്നല്ല. അതുകൊണ്ട് എനിക്കിന്റെ കണ്ണിന്റെ വേണം, അല്ലാതെ വരേക്കൂല. എനിക്കിന്റെ കണ്ണ് തിരിച്ചു തരണം, അല്ലാതെ വീട്ടിൽ പോകാൻ പറ്റൂല. പിന്നൊരു കാര്യം പ്രത്യേകമായി പറയാനുള്ളത്, സ്വർഗത്തിൽ 2 കണ്ണ് തരാൻ നിങ്ങൾ പറഞ്ഞില്ലേ, അത് ക്യാൻസലാക്കാൻ പറ്റൂല, എനിക്ക് വേറെ മണമെന്ന്. അപ്പൊ നബി തങ്ങൾ ഒന്ന് ചിരിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ ചെറിന്റെ അർത്ഥം? ആയിക്കോട്ടെ എന്നാണ്. സ്വർഗം ചോദിച്ച ആരോട് നബി തങ്ങൾ ചുരുക്കി ചോദിക്കാൻ പറഞ്ഞില്ല. ഇവിടെ ഇവിടെ റബീഅത്ത് റളിയല്ലാഹു അൻഹു സ്വർഗ്ഗമല്ല ചോദിക്കുന്നത്, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ നബിയെ എനിക്ക് നിങ്ങളുടെ കൂട്ടുകാരനാകണമെന്നാണ്. സ്വർഗത്തിൽ കൂട്ടുകാരനാകാണെന്ന് പറഞ്ഞാൽ സ്വർഗല്ല, സ്വർഗത്തിൽ മുഹമ്മദ് നബിനെയാണ് ചോദിക്കുന്നത്. അതുകൊണ്ടാണ് ചുരുക്കി ചോദിക്കാൻ പറഞ്ഞത്. അപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലാവും, സ്വർഗത്തെക്കാൾ വലുതാണ് മുഹമ്മദ് നബി എന്ന് മനസ്സിലാവും സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ റബീഅ റളിയല്ലാഹു അൻഹു വാശി പിടിച്ചിട്ടോ, എനിക്ക് അതന്നെ വേണമെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, ഫഅഇന്നി ബികസ്റത്തി സുജൂദ്, എന്നാൽ സുജൂദിനെ അധികരിപ്പിച്ചുകൊണ്ട് നീ എന്നെ സഹായിക്കണമെന്ന് റബീഅ റളിയല്ലാഹു അൻഹുവിനോട് നബി തങ്ങൾ പറഞ്ഞു എന്നാണ് ആ സംഭവത്തിന്റെ ബാക്കി. ബഹുമാനപ്പെട്ട സയ്യിദത്തുന റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹാ എല്ലാ ദിവസവും ഫർദ് നിസ്കാരമൊക്കെ കഴിഞ്ഞ്, സുന്നത്ത് നിസ്കാരങ്ങൾ കഴിഞ്ഞ്, വിത്ർ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് രാത്രിയില് 100 റക്അത്ത് മുത്ലഖായ സുന്നത്ത് നിസ്കരിക്കും. എന്നിട്ട് ദുആർക്കും, അല്ലാഹുവേ, ഈ 100 റക്അത്ത് നിന്റെ സ്വർഗം ലഭിക്കാൻ മാത്രമല്ല, നാളെ കോടാനക്കോടി മനുഷ്യർ ഒരുമിച്ച് കൂടിയ സദസ്സിലൂടെ ഞാനിങ്ങനെ നടന്നു പോകുന്നത് കാണുമ്പോ എല്ലാ ദിവസവും 100 റക്അത്ത് നിസ്കരിച്ചിരുന്ന റാബിയല്ലേ ആ പോകുന്നത് എന്ന് ചോദിക്കുമ്പോ കേൾക്കാൻ ഒരു രസമുണ്ട്. അതിനാണ് 100 റക്അത്ത് നബി തങ്ങള് റാബിയല്ലേ ആ പോണത് എന്ന് ചോദിക്കണേക്കാളെ രസത്തിലാണ് 100 റക്അത്ത്. സ്വർഗത്തെക്കാൾ വലുതാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എല്ലാ പ്രത്യേകതകളും എല്ലാ ഫളായിലുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് മടങ്ങും. അൻത മുൻജിനാ ഗദൻ മിൻ ശഫാഅതിക സഫാ മല്ലനാ മിസ്ലുക യാ സയ്യിദി ഖൈറൻ നബി الشفاعة هب لنا في القيامة مشفقا واهلنا إن الله يا سيدي خير النبي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله. ആത്മഹർഷം തുടികൊട്ടുന്ന നാളാണ് ഖിയാമത്ത്. നെഞ്ചിടിപ്പിന്റെ ശബ്ദം കാതുകൊണ്ട് കേൾക്കുന്ന ദിവസമാകുന്നു ഖിയാമത്ത് നാള്. ശബ്ദം അല്ലാഹുവിന് മാത്രമായി കീഴ്പ്പെടുന്ന ദിവസമാകുന്നു ഖിയാമത്ത് നാള്. അന്ന് ഒരു പ്രതീക്ഷയും ഇല്ലാതെ മനുഷ്യൻ നിൽക്കുമ്പോ മനുഷ്യന്റെ ഏക പ്രതീക്ഷയാണ് അഷ്റഫുൽ ഖൽഖായ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നത്. ആകെ ഒരു പ്രതീക്ഷ മാത്രമേ ഉള്ളൂ മഹ്ശറില്, അതാണ് മുഹമ്മദ് നബി. 50,000 കൊല്ലം ചുരുങ്ങിയത് മഹ്ശറ ഉണ്ടാവുന്ന. മഹ്ശറ ഏറ്റവും ചുരുങ്ങിയത് 50,000 വർഷം ഉണ്ടായിരിക്കുമെന്നാണ്. ഈ 50,000 വർഷം സിറാത്ത് പാലമുണ്ട്. സ്വർഗം ഉദ്ഘാടനം ചെയ്യും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം.
ആദ്യമായി സ്വർഗത്തിലേക്ക് പ്രവേശനം നൽകുന്നത് മുത്തുനബിക്കായിരിക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗത്തിന്റെ ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷം നബി തങ്ങൾ സിറാത്ത് പാലത്തിന്റെ അടുക്കൽ വന്ന് കാത്തു നിൽക്കും. ഒരിക്കൽ ഒരു സഹാബി നബിനോട് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ മഹ്ശറിൽ വെച്ച് നിങ്ങളൊന്ന് കാണാൻ എവിടെയാ തെരയേണ്ടത് എന്ന് ചോദിച്ചു. അവൻ നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ആ നന്മതിന്മകൾ എഴുതിയ ഏടുകൾ വിതരണം ചെയ്യുന്ന സ്ഥലത്തുണ്ടായിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ ചോദിച്ചു, അവിടെ കണ്ടില്ലെങ്കിൽ അവിടെ നോക്കാന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, അവിടെ കണ്ടില്ലെങ്കിൽ അത് തൂക്കണ ഒരു സ്ഥലമുണ്ട്, നന്മതിന്മകൾ എഴുതിയ ഏടുകൾ തൂക്കുന്ന മീസാൻ എന്ന തുലാസിന്റെ അടുക്കൽ കാണാമെന്ന് പറഞ്ഞു. അപ്പൊ ആ സഹാബി ചോദിച്ചു, അവിടെ കണ്ടില്ലെങ്കിൽ ഞാൻ എവിടെ നോക്കണ്ടെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, അവിടെയും കണ്ടില്ലെങ്കിൽ ഹൗലുൽ കൗസർ എന്ന വെള്ളം മുക്കി കൊടുക്കുന്ന സ്ഥലത്തുണ്ടാവും, അവിടുന്ന് കാണാന്ന് പറഞ്ഞു. അപ്പൊ മൂപ്പര് ചോദിച്ചു, അവിടെയും കണ്ടില്ലെങ്കിലോ എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, സിറാത്ത് പാലം നടക്കുമ്പോൾ കാണാതെ പോകില്ല. എല്ലാ മനുഷ്യരും പാലത്തിന്റെ അടുക്കൽ വെച്ച് മുത്തുനബിയെ കാണും സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കൊരു 5 മിനിറ്റ്, നമുക്കൊരു അരമണിക്കൂർ സമയം ഒരാളെ കാത്തിക്കാൻ പറ്റൂലല്ലോ. അങ്ങനത്തെ നമ്മളെ കാത്തിട്ട് 50,000 കൊല്ലം നബി തങ്ങൾ സിറാത്ത് പാലത്തിന്റെ അടുക്കൽ നിൽക്കുമെന്നാണ്. സിറാത്ത് പാലം 50,000 കൊല്ലാണ്. എല്ലാ അഭിപ്രായ വ്യത്യാസം മാറ്റി വെച്ചാൽ ഏറ്റവും ചുരുങ്ങിയത് 50,000 കൊല്ലം ഉണ്ടാവും. അവസാനത്തെ മനുഷ്യനും കടന്നു പോകുന്നത് വരെ പാലത്തിന്റെ അടുക്കൽ നിന്നുകൊണ്ട് അല്ലാഹുമ്മ സല്ലിം സല്ലിം, പടച്ചോനെ ഓനെ കൈച്ചിലാക്ക് റബ്ബേ, ഓനെ കൈച്ചിലാക്ക് റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരേ ഒരു മനുഷ്യൻ വാപ്പ മക്കളെ അന്വേഷിക്കുക പാലം കടന്നതിന്റെ ശേഷമാണ്. ഉമ്മ മക്കളെ അന്വേഷിക്കുന്നത് പാലം കടന്നതിന്റെ ശേഷമാണ്. മക്കൾ മാതാപിതാക്കളെ കുറിച്ച് ചിന്തിക്കുന്നത് സിറാത്ത് പാലം കടന്നതിന്റെ ശേഷമാണ്. പാലം കടക്കുന്നതിന്റെ മുമ്പ് നമ്മളെയും തിരിഞ്ഞു നോക്കി നിൽക്കുന്ന ഒരേ ഒരു മനുഷ്യൻ അഷ്റഫുൽ വറാ ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാത്രമാകുന്നു. അശ്ശഫാഅത ഹബ്ലനാ ഫിൽ ഖിയാമത്തി മുശ്ഫിഖാൻ വഅഹ്ലനാ ഇൻലായാ സയ്യിദി ഖൈറൻ നബി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. അതുകൊണ്ട് നബിനെ കിട്ടുക എന്നുള്ളതാണ് എല്ലാം കിട്ടുക. സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരാൾക്ക് കിട്ടിയാല് ദുനിയാവും കിട്ടി ആഖിറവും കിട്ടി. എല്ലാം അതാണ്. ഈമാന്റെ അടിസ്ഥാനം അതാണല്ലോ. ലോകത്തെ ഏറ്റവും ഈമാനുള്ള മനുഷ്യൻ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രത്യേകത എന്താണ്? നബി തങ്ങൾ കൽബക്കണ കാര്യം എന്നുള്ളതാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജിന്റെ രാത്രി 7 ആകാശങ്ങളിലൊക്കെ കറങ്ങി സ്വർഗ്ഗവും നരകമൊക്കെ കണ്ട് മടങ്ങി വന്ന നബി തങ്ങൾ രാവിലെ കഅബമക്ക് ഇങ്ങനെ തല വെച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അബൂജഹൽ കണ്ടു ലഅനത്തുല്ലാഹി അലൈഹി. നബിന്റെ അടുത്ത് എന്നിട്ട് ചോദിച്ചു, അല്ല മുഹമ്മദേ, എന്താ ഇരുത്തം കണ്ട പുതിയ എന്തോ വിവരമുള്ള മാതിരി തോന്നുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, ഉണ്ട് പറഞ്ഞു. എന്തേന്ന് ചോദിച്ചു. ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റ് മസ്ജിദുൽ ഹറാമിൽ വന്നു, അവിടുന്ന് ബൈത്തുൽ മുഖദ്ദസിൽ പോയി, അവിടുന്ന് 7 ആകാശങ്ങൾ സഞ്ചരിച്ചു, സിദ്റത്തുൽ മുൻതഹ കടന്ന് അതിർത്തിയിലെ അനന്തമരം കടന്ന് സ്വർഗവും നരകവും കണ്ട് അള്ളാഹുവിന്റെ അർശിങ്കൽ ചെന്ന് അള്ളാഹുമായി സംഭാഷണം നടത്തി, നിസ്കാരം ലഭിച്ചു. വരുന്ന വഴിയിൽ മൂസ നബിയെ കണ്ടു, മടങ്ങി ബൈത്തുൽ മുഖദ്ദസിൽ എത്തി, അവിടുന്ന് വീണ്ടും മസ്ജിദുൽ ഹറാമിൽ തിരിച്ചെത്തി എന്ന് പറഞ്ഞപ്പോ അബൂജഹൽ ഒരു ചിരിയാണ് ചിരിച്ചു. ഇന്നലെ രാത്രി ഉറങ്ങുന്നിടത്തുനിന്ന് 40 ദിവസം കുതിരപ്പുറത്ത് ഓടിയാലേ ബൈത്തുൽ മുഖദ്ദസ്ക്ക് എത്തുള്ളൂ, അങ്ങോട്ട് ഇന്നലെ രാത്രിയാണ് പോയി എന്ന് പറഞ്ഞപ്പോൾ ചിരിച്ചു. എന്നിട്ട് അബൂജഹൽ ഓന്റെ ആൾക്കാരൊക്കെ വിളിച്ചിരുത്തി, വരികടാ എല്ലാരും വരി, വിവരണ്ട്, തമാശ ഉണ്ട്, വിടൽസ് ഉണ്ട് പറഞ്ഞു എല്ലാരും വിളിച്ചു.
എല്ലാരും വിളിച്ചിട്ട് പറഞ്ഞു, ഇന്നലെ രാത്രി മുഹമ്മദ് ഉറങ്ങോടുന്നാണ് നീച്ചിട്ട് ബൈത്തുൽ മുഖദ്ദസ്ക്കാണ് പോയിട്ട് അവിടുന്ന് 7 ആകാശങ്ങൾ കയറിയിട്ട് നേരം വെളുത്തപ്പോൾ തിരിച്ചു വന്നു എന്നാ പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോ അവന്റെ ആൾക്കാരൊക്കെ കൂടി കൂട്ടച്ചിരിയാണ് ചിരിച്ചു. ഈ ചിരി കേട്ട് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അങ്ങോട്ട് ചെന്നു. എന്താ അവിടെ പ്രശ്നം എന്ന് ചോദിച്ചു. ഒന്നും അറിഞ്ഞിട്ടില്ലേ എന്ന് ചോദിച്ചു. ഇല്ല, ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല. ഒന്നും അറിഞ്ഞില്ലേ ചോദിച്ചു. ഇല്ല, ഒന്നും അറിഞ്ഞില്ല. എന്നാൽ അതാ അറിയേണ്ടത്, ഇന്നലെ രാത്രി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം കിടക്കണോടത്ത് നിന്ന് നീച്ചിട്ട് ബൈത്തുൽ മുഖദ്ദസിൽ പോയി 7 ആകാശങ്ങൾ കയറി അള്ളാനെ കണ്ട് വർത്താനൊക്കെ പറഞ്ഞ് നിസ്കാരം വാങ്ങി വരുമ്പോ വയ്യില് മൂസാ നബിനെ കണ്ട് അങ്ങോട്ട് തന്നെ പോയി ഇങ്ങോട്ട് തന്നെ വന്ന് ഒമ്പോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് അവസാനം നേരം വെളുത്തപ്പോ അതിന് തിരിച്ചെത്തി എന്ന് പറഞ്ഞു. വന്നപ്പോ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഒരു ചോദ്യം ചോദിച്ചു. ഇതിന്റെ നബി പറഞ്ഞു തന്നെയാണോ എന്ന് ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അബൂജഹൽ പറഞ്ഞു, പറഞ്ഞു തന്നെയാണ്. ഉറപ്പായിട്ടും പറഞ്ഞു ചോദിച്ചു. ഉറപ്പായിട്ടും പറഞ്ഞു. എന്നാൽ അബൂബക്കർ അത് വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ പേരാണ് ഈമാൻ. മുഹമ്മദ് നബിയോട് സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള താല്പര്യത്തിന്റെ പേരാണ് ഈമാൻ എന്ന് പറഞ്ഞത്. അത് എത്രത്തോളം നമുക്കുണ്ടോ അതിനനുസരിച്ച് ഈമാൻ. അത് പോയാൽ അതിന്റെ കൂടെ ഈമാൻ. യുക്തിവാദത്തിന്റെ അടിസ്ഥാനം എന്താ? മുത്തുനബിനോട് താല്പര്യമില്ലാത്ത. നിരീശ്വരവാദത്തിന്റെ അടിസ്ഥാനം എന്താ? മുഹമ്മദ് നബിയോട് താല്പര്യമില്ലാത്തത്. ലിബറലിസത്തിന്റെ അടിസ്ഥാനം എന്താ? മുഹമ്മദ് നബിയോട് താല്പര്യമില്ലാത്തത് സല്ലല്ലാഹു അലൈഹി വസല്ലം. സർവമത സത്യവാദത്തിന്റെ അടിസ്ഥാനം എന്താ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് താല്പര്യമില്ലാത്തത്. അതുകൊണ്ട് ഈമാന്റെ അസ്ലി എന്ന് പറയുന്നത് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള താല്പര്യമാണ്. അത് നമ്മളെ ഖൽബിൽ ഏറി ഏറി വരുന്നതിനനുസരിച്ച് നമുക്ക് ഈമാൻ ഉണ്ടാവും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ആശയങ്ങൾ, ഒന്നാമത്തേത് മദ്ഹുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നത് 3 ഉണ്ട്. ഒന്ന് അൽ-ഔസാഹു ബിത്തഹ്സീനാണ്, നബി തങ്ങളുടെ പ്രത്യേകതകളെ കുറിച്ച് പറയലാണ്. രണ്ടാമത്തേത് അൽ-ഔസാഹു ബിത്തസീനാണ്, പോരിശകളെ കുറിച്ച് പറയലാണ്. മൂന്നാമത്തെ അൽ-ഔസാഹു ബിത്തംകീനാണ്, നമ്മളും നബിയും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് പറയലാണ്. 4 കാര്യങ്ങളാണ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കിനാവ് കാണാൻ വേണ്ടി ഒരാൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് ഞാൻ പറഞ്ഞു. ഒന്ന്, നബി തങ്ങളുടെ ശരീരം എങ്ങനെയാണ്, നടത്തവും ഇരുത്തവും കിടത്തവും എങ്ങനെയായിരുന്നു എന്ന് പഠിക്കണം. അതിന് ശമാഇലുകൾ എന്നാണ് പറയുന്നത്. രണ്ടാമത്തേത് അതിശക്തമായ ആഗ്രഹം ഉണ്ടായിരിക്കണം. മൂന്നാമത്തെ കാര്യം രാത്രി പകുതി കഴിയുന്നതിന് മുമ്പ് ഉറങ്ങണം. നാലാമത്തെ കാര്യം സ്വലാത്തിനെ അധികരിപ്പിക്കണം. മുഅ്മിനായ മനുഷ്യന് നബി തങ്ങളോട് എത്ര ബന്ധമുണ്ട് എന്നുള്ളതിനനുസരിച്ചാണ് ഈമാൻ ഉണ്ടാവുക. ഈമാന്റെ അസ്ല് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള താല്പര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇത് മക്കൾക്ക് പകർന്നു കൊടുക്കണം, അടുത്ത തലമുറക്ക് പകർന്നു കൊടുക്കണം. അങ്ങനെ നല്ലവരായി, സാലിഹീങ്ങളായി, ആശിഖീങ്ങളായി, പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ബന്ധമുള്ളവരായി അവരെല്ലാവരും മാറണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അനുഗ്രഹിക്കട്ടെ. എല്ലാവരും ഒരു ഫാത്തിഹ ഓതി. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين.